നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. കുന്നംകുളത്ത് വഴിയരികിൽ സ്ഫോടക വസ്തു കണ്ടെത്തി. പ്രദേശവാസിയാണ് സ്ഫോടക വസ്തു കണ്ടെത്തിയത്. വഴിയരികിൽ നിന്ന് ഒരു പെട്ടിക്കുള്ളിലാണ് സ്ഫോടക വസ്തു കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് സ്ഫോടക വസ്തു ബോക്സിൽ നിന്ന് ലഭിക്കുന്നത്. ചേന്ദമംഗലത്ത് വാഹനാപകടത്തിൽ ഒരു മരണം. പത്രവിതരണക്കാരനായ സോമനാണ് മരിച്ചത്. പഴയ കെട്ടിട സമുച്ചയത്തിലേക്ക് മൊബൈൽ ഫയലിംഗ് വാഹനം ഇടിച്ചു കയറിയാണ് അപകടം. വെളുപ്പിന് 3:30 മണിയോടെയായിരുന്നു സംഭവം. കയ്പമംഗലം വഴിയമ്പലത്ത് മധ്യവയസ്കനെ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വഴിയമ്പലം സ്വദേശി കണ്ണോത്ത് പവിത്രനാണ് മരിച്ചത്. വഴിയമ്പലം അയിരൂർ റോഡിൽ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഇയാളെ അവശ നിലയിൽ കണ്ടത്. കൊച്ചി കലൂർ ലിങ്ക് റോഡിൽ പ്രവർത്തിക്കുന്ന വനിതാ ഹോസ്റ്റലിൽ 22-കാരിക്ക് സഹന്തവാസികളുടെ മർദ്ദനം. സംഭവത്തിൽ 7 പേർക്കെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തു. 36 മണിക്കൂർ മദ്യവിൽപ്പനശാലകളും കള്ളുഷാപ്പ്, ബിയർ ആൻഡ് വൈൻ പാർലറുകൾ, ബാർ എന്നിവ പൂർണ്ണമായും അടച്ചിടുന്നതിനും കലക്ടറുടെ ഉത്തരവ്. ഏപ്രിൽ 19 തൃശൂർ പൂരം പ്രമാണിച്ചാണ് ലഹരി നിരോധനം ലക്ഷ്യമിട്ട് ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. തൃശൂർ താലൂക്ക് പരിധിയിലാണ് നിരോധനം. തൃപ്പൂണിത്തുറ നിയമസഭാ കേസിൽ കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് കെ മുരളീധരന്റെ പ്രതികരണം. ശബരിമല അയ്യപ്പനെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയ സ്വരാജിന് ജനങ്ങളുടെ ഭാഗത്തും ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമുയർത്തി LDYF ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. LDYF മണ്ഡലം ചെയർമാൻ ശ്യാം അധ്യക്ഷനായി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ LDF അന്നമനട വെസ്റ്റ് മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. TK ഗോപി അധ്യക്ഷത വഹിച്ചു. ആലത്തൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് വെണ്ണൂരിൽ സമാപിച്ചു. പാലക്കാടിന് പിന്നാലെ തൃശൂരും 40 ഡിഗ്രി താപനില രേഖപ്പെടുത്തി. തൃശൂരിലെ വെള്ളാനിക്കരയിൽ ഇന്ന് രേഖപ്പെടുത്തിയത് 40.3 ഡിഗ്രി സെൽഷ്യസ് താപനില. ഏപ്രിൽ 12 വരെ കേരളത്തിൽ സാധാരണ നിലയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മെത്രാഭിഷേകത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കോഴിക്കോട് രൂപത മെത്രാൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന് ജന്മനാട്ടിൽ ആദരമൊരുക്കുന്നു. ഏപ്രിൽ 13 മാളപ്പള്ളിപ്പുറം ഇടവകയും പൗരാവലിയും ചേർന്നാണ് സ്വീകരണവും ആദരവും സംഘടിപ്പിക്കുന്നത്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.